ഹലോ നമസ്കാരം, ഏവർക്കും സൈലം PSC സ്വാഗതം. അപ്പൊ നമുക്ക് നമ്മുടെ മത്സര പരീക്ഷകളിൽ ഒരു PSCയുടെ പഴയ ചോദ്യങ്ങളിലൂടെ പോവുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. അപ്പൊ നമ്മുടെ സിലബസ് അറിഞ്ഞുകൊണ്ട് പഠിക്കുക എന്നുള്ളതിനോടൊപ്പം PSCയുടെ പഴയ ചോദ്യങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കണം. ആ ഒരു പഴയ ചോദ്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമുക്ക് ഏത് മേഖലകളിൽ നിന്നാണ് ചോദ്യങ്ങൾ ചോദിക്കുക എന്നൊരു ഐഡിയ നമുക്ക് ഉണ്ടാവുക. അപ്പൊ നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് നമുക്കൊരു പഴയ ചോദ്യ പേപ്പറിലൂടെ ഏതൊക്കെ ഭാഗത്ത് നിന്നാണ് എക്കണോമിക്സിന്റെ ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത്, നമ്മൾ സിലബസ് പഠിക്കുന്നതിനോടൊപ്പം എന്തൊക്കെ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കണം എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, ഈ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. അപ്പൊ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2025 വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ചോദിച്ച ചോദ്യത്തിന്റെ ആ ഒരു ആൻസറിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. അപ്പൊ ഇവിടെ ചോദിച്ച ചോദ്യങ്ങൾ നോക്കുകയാണെങ്കിൽ 5 ചോദ്യങ്ങളാണ് നമുക്ക് അന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളത് അല്ലെ. എക്കണോമിക്സിന് 5 മാർക്കിന് മിക്കവാറും നമുക്ക് എന്ത് ചെയ്യും, 5 ചോദ്യങ്ങൾ അല്ലെങ്കിൽ 6 ചോദ്യങ്ങൾ നമുക്ക് ചോദ്യ പേപ്പറുകൾ നമുക്ക് കിട്ടാറുണ്ട്. അപ്പോ ഇവിടെ ചോദിച്ച ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് ചുവടെ തന്നിട്ടുള്ളവയിൽ നിതി ആയോഗിന്റെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്ന പ്രസ്താവനകൾ ഏതെല്ലാം എന്നുള്ളതാണ് ചോദ്യം. അപ്പോ നിതി ആയോഗ് എന്നുള്ളത് നമ്മുടെ സിലബസിന്റെ ഭാഗമാണ്. അപ്പൊ നിതി ആയോഗിനെ പറ്റി പറയുമ്പോൾ നിതി ആയോഗിന്റെ ലക്ഷ്യങ്ങൾ എപ്പോഴും നമ്മൾ ചോദ്യ പേപ്പറുകൾ നമ്മൾ കാണാറുണ്ട് അല്ലെ. അപ്പൊ ഈ ഒരു ഭാഗത്തു നിന്നുള്ള അല്ലെങ്കിൽ നിതി ആയോഗിന്റെ ലക്ഷ്യങ്ങൾ ചോദിക്കുമ്പോൾ നമ്മൾ എന്താണ് പഠിക്കേണ്ടത് എന്നുള്ളത് കൂടി നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് നോക്കണം. ഇവിടെ നോക്കിയത് ചോദ്യം ഇതാണ്: വ്യവസായ സേവന മേഖലകളിൽ സർക്കാർ പങ്കാളിത്തം കൂട്ടുക, ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നഗരങ്ങളെ സുരക്ഷിത ആവാസ കേന്ദ്രങ്ങളാക്കി മാറ്റുക, പ്രബല മധ്യവർഗത്തെ സുസ്ഥിര സാമ്പത്തിക വളർച്ച നേടാൻ പ്രയോജനപ്പെടുത്തുക. ഇങ്ങനെ 3 സ്റ്റേറ്റ്മെന്റുകളാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇതിൽ ശരിയായ പ്രസ്താവന ഏത് എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ ഇവിടെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നമുക്കിവിടെ തെറ്റാണ് എന്ന് നമുക്ക് കാണാം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് എന്ന് നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നുള്ള സ്റ്റേറ്റ്മെന്റുകൾ ഒഴിവാക്കാം. A പോയി, B പോയി, C പോയി. ഡയറക്റ്റ് ആൻസർ കിട്ടിയ ഓപ്ഷൻ D 2, 3 ആണ് ശരി ഉത്തരം. അപ്പൊ അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് ഇവിടെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റായി എന്ന് അറിയണമെങ്കിൽ നിതി ആയോഗിന്റെ ലക്ഷ്യങ്ങൾ അറിയണം അല്ലെ. അപ്പോ നമ്മുടെ 8ാം ക്ലാസ് SCERT 8th SCERTയുടെ ഓൾഡ് SCERT പഴയ SCERT ആണ്. അപ്പോ പഴയ SCERT പഠിക്കണമെന്ന് പലരും ഇപ്പോഴും ചോദിക്കാറുണ്ട് അല്ലെ. അപ്പോൾ പഴയ SCERT ഇപ്പോഴും നമ്മൾ ഇമ്പോർട്ടൻസോട് കൂടി പഠിക്കുക തന്നെ വേണം. പുതിയ SCERT പഠിക്കണം. ഈ 2 ഭാഗത്തുനിന്നും എന്ത് ചെയ്യുന്നുണ്ട്, ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാറുണ്ട്. 6ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള ഒരു SCERT നമുക്ക് എന്ത് ചെയ്യണം, എക്കണോമിക്സിന്റെ ഭാഗത്ത് അത്യാവശ്യം തന്നെയാണ്. അപ്പൊ അങ്ങനെയെങ്കിൽ ഇവിടെ നിതി ആയോഗിന്റെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നിടത്ത് കുറച്ച് ലക്ഷ്യങ്ങൾ നമ്മുടെ SCERT പറയുന്നു. അതിൽ ആദ്യം പറയുന്നത് വ്യവസായ സേവന മേഖലകളിൽ സർക്കാർ പങ്കാളിത്തം കൂട്ടുക എന്നുള്ളതല്ല, കുറയ്ക്കുക എന്നുള്ളതാണ്. ശരിക്കും അതൊരു ലെയ്സേ ഫെയർ സിദ്ധാന്തം തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ആഡം സ്മിത്ത് അദ്ദേഹത്തിന്റെ വെൽത്ത് ഓഫ് നേഷൻ എന്ന കൃതിയിലൂടെ ലെയ്സേ ഫെയർ എന്നൊരു സിദ്ധാന്തം മുന്നോട്ട് വെച്ചു. സിദ്ധാന്തം പറഞ്ഞത് ഗവൺമെന്റ് ഇടപെടലുകൾ കുറച്ചുകൊണ്ട് എന്ത് ചെയ്യുക, സ്വകാര്യ മേഖലയ്ക്ക് പരമാവധി പ്രാധാന്യം കൊടുക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ആശയം. അങ്ങനെയെങ്കിൽ സ്വകാര്യ മേഖലയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന വഴി എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഒരുപാട് കമ്പനികൾ വരുമെന്നും അത് ഒരുപാട് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുമ്പോൾ അവർക്ക് തൊട്ടടുത്ത മാസം ശമ്പളം കിട്ടുമെന്നും അവരുടെ പർച്ചേസിംഗ് പവർ കൂടുമെന്നും അത് മാർക്കറ്റ് ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യുന്നതിന് കാരണമാകുമെന്നും ആഡം സ്മിത്ത് പറഞ്ഞു. ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റിൽ ഡിമാൻഡ് ഉണ്ടെങ്കിൽ, സാധനം മേടിക്കാൻ ആൾക്കാരുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഉൽപാദനം കൂടേണ്ടത് അനിവാര്യമാണ്. അങ്ങനെ ഉൽപാദനം കൂട്ടേണ്ടത് കമ്പനികളുടെ ഉത്തരവാദിത്തമായി മാറുകയും അവരതിനനുസരിച്ച് ഉൽപാദനം കൂട്ടാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഒരു രാജ്യത്ത് ഉൽപാദനം കൂട്ടിക്കഴിഞ്ഞാൽ ആ രാജ്യം സാമ്പത്തിക വളർച്ചയിലാണ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ അങ്ങനെയെങ്കിൽ ലെയ്സേ ഫെയർ സിദ്ധാന്തം പറയുന്നത് പോലെ തന്നെ നമ്മുടെ ഇന്ത്യയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഇന്ത്യയുടെ വ്യവസായ മേഖലയും സേവന മേഖലയും ശക്തി ആർജിക്കണമെന്നുണ്ടെങ്കിൽ, അത് വളരണം എന്നുണ്ടെങ്കിൽ സർക്കാർ പങ്കാളിത്തം കുറച്ചുകൊണ്ട് സ്വകാര്യ കമ്പനികൾക്ക്, സ്വകാര്യ വ്യക്തികൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് അനിവാര്യമാണ്. അപ്പോ വ്യവസായ സേവന മേഖലകളിൽ സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക എന്നുള്ളതാണ് നിതി ആയോഗിന്റെ ലക്ഷ്യം. എന്നാൽ കാർഷിക മേഖല അങ്ങനെയല്ല. കാർഷിക മേഖലയിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ജോലി ചെയ്യുന്ന മേഖലയാണ് കാർഷിക മേഖല. എന്നാൽ രാജ്യത്തിന്റെ GDPയിലേക്ക് ഏറ്റവും കുറവ് വരുമാനം തരുന്ന മേഖലയാണ് കാർഷിക മേഖല. അങ്ങനെ ഒരു കാർഷിക മേഖലയെ ശക്തിപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ അവിടെ സർക്കാർ പങ്കാളിത്തം ആവശ്യമാണ്. അപ്പോ കാർഷിക മേഖലയെ മിശ്ര കാർഷിക ഉൽപാദനത്തിലൂടെ പുരോഗതിയിൽ എത്തിക്കുക എന്നുള്ളതാണ് കാർഷിക മേഖലയെ എന്ത് ചെയ്യാം, മുന്നിലേക്ക് എത്തിക്കാൻ നിതി ആയോഗ് മുന്നോട്ട് വയ്ക്കുന്ന ഒരു മാർഗം. അപ്പോ വ്യവസായ സേവന മേഖലകളിൽ സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക എന്നുള്ളതാണ് പോയിന്റ്. ആ പോയിന്റ് കൃത്യമായിട്ട് എന്ത് ചെയ്യാം, ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഇനി മധ്യവർഗത്തെ സുസ്ഥിര സാമ്പത്തിക വളർച്ച നേടാൻ പ്രയോജനപ്പെടുത്തുക, പ്രവാസി ഇന്ത്യക്കാരെ കൂടി അവരുടെ സാമ്പത്തിക സേവനങ്ങൾ എന്ത് ചെയ്യുക, ഉപയുക്തമാക്കുക എന്നുള്ളതാണ് രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട്. പിന്നീട് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നഗരങ്ങളെ സുരക്ഷിത ആവാസ കേന്ദ്രമാക്കി മാറ്റുക. ഇനി
വിപണി ശക്തികളുടെ ഇടപെടലുകൾ നേരിടാൻ രാജ്യത്തെ പ്രാപ്തമാക്കുക എന്നുള്ളതാണ് നിതി ആയോഗിന്റെ മറ്റു ലക്ഷ്യങ്ങൾ. അപ്പോ ഈ ലക്ഷ്യങ്ങൾ പഠിച്ചാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ ആൻസറിലേക്ക് എത്താമായിരുന്നു. വ്യവസായ സേവന മേഖലകളിൽ സർക്കാർ പങ്കാളിത്തം കൂട്ടുകയല്ല കുറയ്ക്കുകയാണ് വേണ്ടത്, അല്ലെ? അപ്പൊ അത് തെറ്റാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഒന്നുള്ളത് എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസറിലേക്ക് എത്താം. അപ്പൊ തീർച്ചയായിട്ടും SCERT പഠനം ആവശ്യമാണോ? പിന്നെ നമ്മുടെ സിലബസ് ആദ്യം പഠിക്കുക. സിലബസിനുള്ളിൽ നിന്നുകൊണ്ടുള്ള SCERT എന്തായാലും കവർ ചെയ്തിരിക്കണം. അതിനോടൊപ്പം എക്കണോമിക്സിന്റെ ഭാഗത്ത് നിന്നുള്ള ബാക്കിയുള്ള ചാപ്റ്ററുകളും എന്ത് ചെയ്യണം, തീർച്ചയായിട്ടും കവർ ചെയ്യണം. ശരി, അടുത്ത രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് 2025 ചോദിച്ച ചോദ്യം തന്നെയാണ്. ചോദ്യം ഇതാണ്: ഗാന്ധിജിയുടെ സാമ്പത്തിക ശാസ്ത്ര ചിന്തകളിൽ ഉൾപ്പെടുന്ന പ്രസ്താവനകൾ ഏതെല്ലാം? വീണ്ടും ഇവിടുന്നും ചോദ്യം വന്നിട്ടുള്ളത് 8ാം ക്ലാസ് SCERT തന്നെയാണ്. 8ാം ക്ലാസ് SCERT, ഓൾഡ് SCERT. അപ്പൊ പുതിയ SCERT വന്നതിന് ശേഷവും ഈ പഴയ SCERTയിൽ നിന്ന് ചോദ്യങ്ങൾ വരുന്നുണ്ട് എന്നതെന്താണ് നമുക്കിവിടെ വളരെ വ്യക്തമാണ്. ഈ രണ്ട് ചോദ്യങ്ങളിലും എന്ത് ചെയ്തിട്ടുണ്ട്, ഓൾഡ് SCERTയിൽ നിന്ന് തന്നെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെയെങ്കിൽ അവിടെ സമ്പദ് ശാസ്ത്ര ചിന്തകൾ എന്നൊരു പാഠഭാഗമുണ്ട്. അവിടെ ഗാന്ധിജിയുടെ സമ്പദ് ശാസ്ത്ര ചിന്തകളെ ഇങ്ങനെ ക്രോഡീകരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്റ്റേറ്റ്മെന്റ് 8ാം ക്ലാസ് SCERTയിലെ സമ്പദ് ശാസ്ത്ര ചിന്തകൾ എന്ന ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. സമ്പദ് ശാസ്ത്ര ചിന്തകൾ. അപ്പൊ ആ ഒരു ഭാഗത്ത് തന്നെയാണ് നമുക്ക് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോ എന്താണ് ഗാന്ധിയൻ ഐഡിയോളജി എന്ന് പറയുകയാണെങ്കിൽ, ഗാന്ധിയൻ ഐഡിയോളജി ആയിരുന്നു ട്രസ്റ്റിഷിപ്പ് എന്ന ആശയം മുന്നോട്ട് വെച്ചത് ഗാന്ധിജിയാണ്. ട്രസ്റ്റിഷിപ്പ് എക്കണോമിക്സിൽ ഗാന്ധിജിക്ക് പ്രാധാന്യം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉണ്ട്, അല്ലെ? അദ്ദേഹത്തിന്റെ ആദ്യ പുസ്തകം ഹിന്ദ് സ്വരാജ്. ഹിന്ദ് സ്വരാജിലാണ് അദ്ദേഹം ട്രസ്റ്റിഷിപ്പ് എന്നൊരു ആശയം അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അപ്പോ അവിടെ എങ്ങനെയാണ് ഇന്ത്യയെ എക്കണോമിക്കലി മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റുക എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞത്, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ജോലി ചെയ്യുന്നത് കാർഷിക മേഖലയിലാണ്. അപ്പോ ഇന്ത്യ വികസിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൃഷി വികസിക്കണം. ഏറ്റവും കൂടുതൽ ആളുകൾ ജോലി ചെയ്യുന്ന കൃഷി വികസിച്ചാൽ മാത്രമേ ഇന്ത്യ വികസിക്കാൻ പറ്റുകയുള്ളൂ. അപ്പൊ എങ്ങനെ കൃഷി വികസിക്കണം? കൃഷിയുള്ളത് ഗ്രാമങ്ങളിലാണ്. നമ്മുടെ രാജ്യത്തെ 7000 ഗ്രാമങ്ങളും വികസിക്കുമ്പോൾ, 7000 ഗ്രാമങ്ങളും സ്വയം പര്യാപ്തത കൈവരിക്കുമ്പോൾ ഇന്ത്യ സ്വയം പര്യാപ്തത കൈവരിക്കും എന്നതായിരുന്നു ഗാന്ധിയൻ ആശയങ്ങൾ. അപ്പോ ഇവിടെ നോക്കുകയാണെങ്കിൽ അദ്ദേഹം പറയുന്നുണ്ട്, കാർഷിക ഗ്രാമീണ വ്യവസ്ഥയ്ക്ക് പ്രാധാന്യം നൽകണം തീർച്ചയായിട്ടും. അതുപോലെ കുടിൽ വ്യവസായത്തിനും ചെറുകിട വ്യവസായത്തിനും പരിഗണന കൊടുക്കുക. ഒരു ഗ്രാമപ്രദേശത്ത് അവിടത്തെ കാർഷിക മേഖല വളരുന്നതിനോടൊപ്പം അവിടെ എന്ത് ചെയ്യുക, അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കുടിൽ വ്യവസായങ്ങളിലൂടെ, ചെറുകിട വ്യവസായങ്ങളിലൂടെ ആ ഗ്രാമത്തിൽ തന്നെ ഉൽപ്പാദിപ്പിക്കണം. എങ്കിലും ഒരു ഗ്രാമം സ്വയം പര്യാപ്തത കൈവരിക്കുകയുള്ളൂ. അപ്പൊ വരേണ്ട വ്യവസായങ്ങൾ കുടിൽ വ്യവസായങ്ങളും ചെറുകിട വ്യവസായങ്ങളുമാണ്. പിന്നീട് സമത്വത്തിൽ അടിയുറച്ച സമ്പദ് വ്യവസ്ഥയുടെ രൂപീകരണം. അപ്പോ അവിടെ സ്വത്തുക്കൾ കുറച്ചു പേരിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പോകാൻ പാടില്ല. അവിടെ ഒരു ട്രസ്റ്റിയാണ് വേണ്ടത്, ഒരു ട്രസ്റ്റിഷിപ്പ് എന്ന ആശയമാണ് വേണ്ടത്. അതിലൂടെ സമത്വം എന്ന ആശയം കൊണ്ടുവരാം എന്ന് ഗാന്ധിജി പറയുന്നു. സമത്വത്തിൽ അടിയുറച്ച സമ്പദ് വ്യവസ്ഥയുടെ രൂപീകരണം. 2, അങ്ങനെയെങ്കിൽ സ്വയം പര്യാപ്തവും സ്വാശ്രയവുമായ പ്രാദേശിക സമ്പദ് വ്യവസ്ഥ ഉടലെടുക്കും എന്നതായിരുന്നു ഗാന്ധിയൻ ആശയം പറയുന്നത്. ഇനി ഇത് വെച്ചുകൊണ്ട് ഈ ചോദ്യത്തിലേക്ക് നമുക്ക് തിരിച്ചു പോവാം. നമ്മൾ പറഞ്ഞ ആശയം അനുസരിച്ച് ഇവിടെ ഏതെങ്കിലും സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് എന്ന് തോന്നുന്നുണ്ടോ? പിന്നെ തീർച്ചയായിട്ടും ഗാന്ധിയൻ സമ്പദ്ശാസ്ത്ര ചിന്തകളിൽ ഉൾപ്പെടുന്ന പ്രസ്താവനകൾ ഏതെല്ലാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് കണ്ണുടച്ച് നമുക്ക് തെറ്റാണ് എന്ന് പറയാം. വൻകിട വ്യവസായങ്ങൾക്ക് പരിഗണന കൊടുക്കാനല്ല അദ്ദേഹം പറയുന്നത്, കുടിൽ വ്യവസായങ്ങൾക്കും ചെറുകിട വ്യവസായത്തിനും പ്രാധാന്യം കൊടുക്കാനാണ്. അങ്ങനെയെങ്കിൽ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇവിടെ തെറ്റാണ് എന്ന് പറയാം. 2 തെറ്റാണെങ്കിൽ 2 ഉള്ളവനെ ഒഴിവാക്കാമല്ലോ. A പോയി, B പോയി, D പോയി, ആൻസർ കിട്ടി. ഓപ്ഷൻ C 1 and 3. സിമ്പിൾ ആണ്. ശരി, അപ്പൊ അങ്ങനെയെങ്കിൽ ഇപ്പൊ നമുക്ക് മനസ്സിലായി 8ാം ക്ലാസ് SCERTയിൽ നിന്നാണ് ഇപ്പൊ ഈ 2 ചോദ്യങ്ങളും നമുക്ക് വന്നിട്ടുള്ളത്, അല്ലെ? ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ആ ഒരു ചോദ്യ പേപ്പറിൽ ചോദിച്ച 3ാമത്തെ ചോദ്യം ഇതായിരുന്നു: ചുവടെ തന്നിരിക്കുന്നവയിൽ തെറ്റായ ജോഡി ഏത് എന്നുള്ളതായിരുന്നു ചോദ്യം. വീണ്ടും ആ ഒരു സമ്പദ്ശാസ്ത്ര ചിന്തകൾ എന്ന ഭാഗത്തു നിന്നുകൊണ്ടാണ് വീണ്ടും ചോദ്യം വന്നിട്ടുള്ളത്. ചാണക്യൻ അർത്ഥശാസ്ത്രം, അമർത്യാസൻ ക്ഷേമ സാമ്പത്തിക ശാസ്ത്രം, മഹാത്മാഗാന്ധി ട്രസ്റ്റിഷിപ്പ്, ദാദാഭായ് നവറോജി മിച്ചമൂല്യ സിദ്ധാന്തം. എങ്കിൽ ഇതിൽ തെറ്റേത് എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് പറയാം, ഇവിടെ ഓപ്ഷൻ ഡി മിച്ചമൂല്യ സിദ്ധാന്തം എഴുതിയത് ദാദാഭായ് നവറോജി അല്ല. അങ്ങനെയെങ്കിൽ ദാദാഭായ് നവറോജിയുടെ ഒരു സിദ്ധാന്തം ഏതാ? തീർച്ചയായിട്ടും അദ്ദേഹം മുന്നോട്ട് വെച്ച ആശയമാണ് ചോർച്ചാ സിദ്ധാന്തം, അല്ലെ? ചോർച്ചാ സിദ്ധാന്തം മുന്നോട്ട് വയ്ക്കുന്നത് ദാദാഭായ് നവറോജിയാണ്. ചോർച്ചാ സിദ്ധാന്തമാണ് ദാദാഭായ് നവറോജി എഴുതിയത്.
പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം ദാദാഭായ് നവറോജിയുടേതാണ്. അല്ലെ, ഇനി നമുക്ക് ബാക്കിയുള്ള ആളുകളിലേക്ക് നോക്കാം. ഇവരെ ഓരോ ഓർഡർ തിരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ത്യൻ സമ്പദ്ശാസ്ത്ര ചിന്തകന്മാർ എന്ന് തന്നെ ആ ഒരു സമ്പദ്ശാസ്ത്ര ചിന്തകൾ എന്ന പാഠഭാഗത്ത് പറയുന്നുണ്ട്. ചാണക്യൻ ആ ഒരു മഗധ എന്ന രാജ്യത്തിനെ ഇത്രയും വലിയ സാമ്പത്തിക ശക്തിയാക്കി മാറ്റിയതിൽ ഏറ്റവും വലിയ പ്രധാന പങ്ക് വഹിച്ച ഒരാൾ തന്നെയാണ് ചാണക്യൻ. ചാണക്യന്റെ വളരെ പ്രശസ്തമായ ഒരു കൃതിയാണ് അർത്ഥശാസ്ത്രം. അല്ലെ, നമ്മൾ കൗടില്യൻ എന്ന് വിളിക്കും. അപ്പൊ അങ്ങനെയെങ്കിൽ ചാണക്യൻ അർത്ഥശാസ്ത്രം തീർച്ചയായിട്ടും ശരി തന്നെയാണ്. ഇനി അമർത്യാസന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ കേരള എക്കോണമിയെ പറ്റി പറയുമ്പോൾ, അല്ലെ, കേരള എക്കോണമി അല്ലെങ്കിൽ കേരള മോഡൽ ഡെവലപ്മെന്റ് എന്നൊരു വാക്ക് തന്നെ ഡെവലപ്പ് ചെയ്തെടുത്തതിൽ പ്രധാന പങ്കുവഹിച്ച ആളാണ് തീർച്ചയായിട്ടും അമർത്യാസൻ എന്ന് പറയാം. അപ്പോ കേരളത്തില് നമ്മൾ ശരിക്കും ഗ്യാരി ബേക്കറുടെ മനുഷ്യ മൂലധന സിദ്ധാന്തം എന്താണ്? ഗ്യാരി ബേക്കറുടെ മനുഷ്യ മൂലധന സിദ്ധാന്തം എന്ന് ചോദിക്കുകയാണെങ്കിൽ, നമ്മള് ഈ പറയുന്ന വ്യവസായ മേഖലകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് തുല്യമാണ് മനുഷ്യ മൂലധനത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഈ പറയുന്ന ഒരു മനുഷ്യന്റെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനും അവന്റെ നല്ല വിദ്യാഭ്യാസത്തിനും നല്ല ആരോഗ്യത്തിനും പ്രാധാന്യം കൊടുത്തു കഴിഞ്ഞാൽ അത് രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് പോലും കാരണമാകും എന്നതായിരുന്നു ഗ്യാരി ബേക്കറുടെ സിദ്ധാന്തം. എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നല്ല സ്കില്ലുള്ള ഒരാള്, നല്ല വിദ്യാഭ്യാസമുള്ള ഒരാള്, നല്ല ആരോഗ്യമുള്ള ഒരാൾക്ക് നല്ല ജോലിയിലേക്ക്, നല്ല പൊസിഷനിലേക്ക് എത്താൻ സാധിക്കും. അതുവഴി അവർക്ക് നല്ല വരുമാനം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ രാജ്യത്തെ ഡിമാൻഡ് കൂടും. അല്ലെ, അവരുടെ പർച്ചേസിംഗ് പവർ കൂടുന്നതിനനുസരിച്ച് നല്ല വരുമാനം കിട്ടുന്നവർ പൈസ ചെലവാക്കുമ്പോൾ അതിനനുസരിച്ച് രാജ്യത്ത് ഉത്പാദനം കൂടിക്കോളും. എന്നാൽ പിന്നെ വ്യവസായ മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പകരം മനുഷ്യ മൂലധനത്തിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും രാജ്യത്ത് സാമ്പത്തിക വളർച്ച ഉണ്ടാവും എന്നുള്ളതായിരുന്നു ഗ്യാരി ബേക്കറുടെ മനുഷ്യ മൂലധന സിദ്ധാന്തം പറഞ്ഞത്. അപ്പൊ ഈ സിദ്ധാന്തം എത്രത്തോളം ശരിയാണ് എന്നുള്ളത് അന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് പേര് ചിന്തിച്ചു തുടങ്ങി. അല്ലെ, അതിനെപ്പറ്റി പഠനങ്ങൾ തന്നെ നടന്നു. അങ്ങനെയെങ്കിൽ അതിന്റെ ആ ഒരു പഠനങ്ങൾ എത്തിനിർത്തിക്കുന്നത് നമ്മുടെ കേരള എക്കോണമിയിലാണ്. കേരള മോഡൽ ഡെവലപ്മെന്റ് നോക്കുകയാണെങ്കിൽ നമ്മൾ പ്രാധാന്യം കൊടുത്ത വ്യവസായത്തിനല്ല, കൃഷിക്കല്ല, മറിച്ച് മനുഷ്യ മൂലധനത്തിനാണ്. കേരള സംസ്ഥാനം രൂപം കൊണ്ട കാലഘട്ടം മുതൽ നമ്മൾ കേരള ജനതയുടെ വിദ്യാഭ്യാസത്തിനും ആരോഗ്യത്തിനും നമ്മൾ പ്രാധാന്യം കൊടുത്തു. അല്ലെ, അങ്ങനെ വിദ്യാഭ്യാസത്തിനും ആരോഗ്യത്തിനും പ്രാധാന്യം കൊടുത്തപ്പോ എന്ത് സംഭവിച്ചു നോക്കുകയാണെങ്കിൽ ഇവിടെ നല്ല മനുഷ്യ മൂലധനം രൂപപ്പെടുന്നതിന് കാരണമായി, നല്ല വിദ്യാഭ്യാസവും ആരോഗ്യമുള്ള ആളുകൾ ഉണ്ടാകുന്നതിന് കാരണമായി. സംസ്ഥാനത്ത് തൊഴിൽ സാധ്യത വളരെ കുറവായിരുന്നു, വ്യവസായങ്ങൾ ഇല്ലാത്തത് കൊണ്ട്. എന്നാൽ മെച്ചപ്പെട്ട വിദ്യാഭ്യാസമുള്ളവർ കുടിയേറി പാർക്കുന്നതിന് കാരണമായി, കുടിയേറ്റം വീണ്ടും മനുഷ്യ മൂലധന രൂപീകരണത്തിന് കാരണമായി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെയെങ്കിൽ അത് വരുമാനം കൂടുന്നതിന് കാരണമാവുകയും സംസ്ഥാനത്തെ റെമിറ്റൻസ് കൂടുകയും ചെയ്തു. അവിടെ കേരള സംസ്ഥാനത്തെ പറ്റി അന്ന് KN രാജു പറഞ്ഞത്, കേരളം എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ മെച്ചപ്പെട്ട നല്ല പിന്നീട് ആരോഗ്യമുള്ള, നല്ല വിദ്യാഭ്യാസമുള്ള, നല്ല ജീവിത ഗുണനിലവാരമുള്ള പിന്നീട് ഒരു സിറ്റുവേഷൻ ആണ് കേരളത്തിലുള്ളത്. പക്ഷേ സാമ്പത്തിക വളർച്ച കുറവാണ് എന്നാണ് അന്ന് KN രാജു അഭിപ്രായപ്പെട്ടത്. എന്നാൽ പിന്നീട് ഈ മനുഷ്യ മൂലധന രൂപീകരണം എന്ന് പറയുന്നത് എന്തിന് കാരണമായി? ഈ പറയുന്ന സംസ്ഥാനത്തിന്റെ ആ ഒരു സാമ്പത്തിക വളർച്ചയ്ക്കും കാരണമായതായി നമുക്ക് പിന്നീട് കാണാം. കേരളത്തിൽ സേവന മേഖല പിന്നീട് വളർന്നു വരുന്നത് നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ കണ്ടു. ഓക്കെ, അങ്ങനെ പറയുകയാണെങ്കിൽ അന്ന് ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കണം എന്നുള്ളതായിരുന്നു അമർത്യാസന്റെ ആശയം. അപ്പോ ക്ഷേമ സാമ്പത്തിക ശാസ്ത്രം അമർത്യാസൻ തീർച്ചയായിട്ടും ശരി തന്നെയാണ്. ഇനി ഗാന്ധിജി ട്രസ്റ്റിഷിപ്പ് ആശയം ഗാന്ധിജിയുടെ തന്നെയാണ്. അങ്ങനെയിൽ അടുത്തൊരു ചോദ്യമുണ്ട്, മിച്ചമൂല്യ സിദ്ധാന്തം ആരുടേതാണ് എന്നൊരു ചോദ്യമുണ്ട്. ഇത് നോക്കി, ഇവിടെ നമുക്ക് 8ാം ക്ലാസ് SCRT തന്നെ കാൾ മാർക്സിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ പറയുന്ന വ്യാവസായിക വിപ്ലവത്തിന് ശേഷം ഒരുപാട് വ്യവസായശാലകൾ വളർന്നു വരുന്നതിന് കാരണമായി. ഒരുപാട് വ്യവസായശാലകൾ വളർന്നു വന്നപ്പോ അത് സാമ്പത്തിക വളർച്ചയ്ക്ക് ആക്കം കൂട്ടിയെങ്കിലും പിന്നീട് തൊഴിലാളികൾ ചൂഷണം ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടത്തിലേക്ക് പോകുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. അന്ന് കാൾ മാർക്സ് പറഞ്ഞു, തൊഴിലാളികളുടെ അധ്വാനത്തിന്റെ ഫലമാണ് ഒരു ഉൽപ്പന്നം. ഒരു ഉൽപ്പന്നത്തിന്റെ വില എന്നത് തൊഴിലാളിയുടെ അധ്വാനമാണ്. എന്നാൽ മുതലാളി അതിലൊരു സിംഹഭാഗവും കൈക്കലാക്കുകയും ചെറിയൊരു ഭാഗം മാത്രം തൊഴിലാളിക്ക് നൽകുകയും ചെയ്യുന്നു. തൊഴിലാളികൾ ചൂഷണം ചെയ്യപ്പെടുന്നു. അതിനെ അദ്ദേഹം മിച്ചമൂല്യം എന്ന് വിളിച്ചു. കാൾ മാർക്സ് അദ്ദേഹത്തിന്റെ മൂലധനം എന്ന കൃതിയിലൂടെ എന്ത് ചെയ്തു? ഇതിനെപ്പറ്റി പറയുകയുണ്ടായി, ഈ ആശയങ്ങളെ പറ്റി അദ്ദേഹം പറയുകയുണ്ടായി. അപ്പൊ അങ്ങനെയെങ്കിൽ മിച്ചമൂല്യ സിദ്ധാന്തം എന്നത് ആരുടേതാണ്? കാൾ മാർക്സിന്റേതാണ്, അല്ലാതെ ദാദാഭായ് നവറോജിയുടേതല്ല. അതുകൊണ്ട് ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം, ഓപ്ഷൻ ഡി. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം. അടുത്തൊരു ചോദ്യം,
നാലാമത്തെ ചോദ്യം, ഇത് ചോദിച്ചിരിക്കുന്നത് 6ാം ക്ലാസ് SCERT-യിൽ നിന്നാണ്. ഈ ഒരു ചോദ്യം ചോദിച്ചിട്ടുള്ളത് 6ാം ക്ലാസ് SCERT-യിൽ നിന്നാണ്. ചുവടെ തന്നിട്ടുള്ളവയിൽ ഉൽപാദന ഘടകമായ മൂലധനത്തിന്റെ സവിശേഷതകളിൽ ഉൾപ്പെടുന്ന പ്രസ്താവനകൾ ഏതെല്ലാം എന്നുള്ളതാണ് ചോദ്യം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നു മൂലധനം എല്ലാ ഉൽപാദന ഘടകങ്ങളെയും സഹായിക്കുന്നു. അപ്പൊ നമുക്ക് ചോദിക്കാം, എന്താണ് ഈ ഉൽപാദന ഘടകങ്ങൾ? ഉൽപാദന ഘടകങ്ങൾ എന്ന് പറയുന്നത് 4 പേരാണ് അല്ലെ. ആരൊക്കെയാ? 1 ഭൂമി, 2 തൊഴില്, 3 മൂലധനം, 4 സംഘാടനം. അങ്ങനെയെങ്കിൽ ഉൽപാദന ഘടകം എന്ന നിലയിൽ ഭൂമിക്കുള്ള പ്രതിഫലം എന്താണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഭൂമിക്കുള്ള പ്രതിഫലം പാട്ടമാണ്. തൊഴിലിലുള്ള പ്രതിഫലം എന്താണ്? കൂലിയാണ്. അങ്ങനെയെങ്കിൽ മൂലധനത്തിനുള്ള പ്രതിഫലം എന്ന് പറയുന്നത് പലിശയാണ്. എങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക, സംഘാടനത്തിന്റെ പ്രതിഫലം എന്താണ് എന്നുള്ളത് എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, ശരി. അപ്പൊ അങ്ങനെയെങ്കിൽ നമ്മൾ മൂലധനം എന്ന ആശയത്തിലേക്ക് പോവുകയാണെങ്കിൽ മൂലധനത്തിനെ പറ്റി 6ാം ക്ലാസ് SCERT-യിലെ ഉൽപാദന ഘടകങ്ങൾ എന്ന ഭാഗം എന്ത് ചെയ്യുന്നു, വ്യക്തമാക്കുന്നു. അപ്പൊ എന്താണ് ഉൽപാദന ഘടകങ്ങൾ? വളരെ വ്യക്തമായ ഐഡിയ 6ാം ക്ലാസ് SCERT-യിലെ ഉൽപാദന ഘടകങ്ങൾ എന്ന ഭാഗത്ത് കിട്ടും. 6ാം ക്ലാസ് SCERT ഞാൻ പറയുന്നത് ഇതും ഓൾഡ് SCERT തന്നെയാണ്, പഴയ SCERT തന്നെയാണ്. അപ്പോ മനുഷ്യ അല്ലെങ്കിൽ ഈ പറയുന്ന ഉൽപാദന പ്രക്രിയയെ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്ന എന്നാൽ സ്പർശിച്ചു നോക്കാൻ സാധിക്കുന്ന മനുഷ്യനിർമ്മിത വസ്തുക്കളെയാണ് മൂലധനം എന്ന് വിളിക്കുക എന്നതാണ് മൂലധനത്തിന് SCERT കൊടുക്കുന്ന ഡെഫിനിഷൻ. ഈ മൂലധനം എന്ന് പറയുന്നത് യന്ത്രങ്ങളാവാം, വാഹനങ്ങളാവാം, മെഷീൻസ് ആവാം, മനുഷ്യന് കണ്ണുകൊണ്ട് കാണാം, മനുഷ്യന് സ്പർശിച്ചു നോക്കാം. ഉൽപാദന പ്രക്രിയയിൽ മനുഷ്യൻ നിർമ്മിച്ച വസ്തുക്കൾ തന്നെയാണ് അല്ലെ. അപ്പൊ ഇവയാണ് നമ്മൾ മൂലധനം എന്ന് വിളിക്കുക. എന്നാൽ ഒരു എക്സെപ്ഷണൽ കേസ് ആയിട്ട് നമ്മൾ പറയാറുണ്ട്, വിജ്ഞാനം എന്ന് പറയുന്നത്, അറിവെന്ന് പറയുന്നതും എന്ത് തന്നെയാണ്, ഒരു മൂലധനം തന്നെയാണ്. ടെക്നോളജി അതൊരു മൂലധനമാണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ മൂലധനം എല്ലാ ഉൽപാദന ഘടകങ്ങളെയും സഹായിക്കുന്നു. തീർച്ചയായിട്ടും ഭൂമി, റോ മെറ്റീരിയൽ അല്ലെ, അതുപോലെ തൊഴിലാളികളെ സഹായിക്കുന്നു, സംഘാടകനെ സഹായിക്കുന്നു, കമ്പ്യൂട്ടർ, ശരിയാണ്. ഇതൊക്കെ ഉൽപാദന പ്രക്രിയയിൽ എല്ലാ ഉൽപാദന ഘടകങ്ങളെയും സഹായിക്കുന്നു. മൂലധനം തൊഴിലാളികളുടെ ഉൽപ്പന്ന നിർമ്മാണ ശേഷി വർദ്ധിപ്പിക്കുന്നു, വാഹനങ്ങൾ ഉപയോഗിക്കുന്നു, കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നു, മെഷീൻ ഉപയോഗിക്കുന്നു, അവരെന്ത് ചെയ്യുന്നുണ്ട്, കാര്യക്ഷമത അത് വർദ്ധിപ്പിക്കുന്നുണ്ട്. മൂലധനം മൂവബിൾ ആണ്, ചലനാത്മകമാണ് അല്ലെ, ടെക്നോളജി ട്രാൻസ്ഫറബിൾ ആണ്. ശരി, അതുപോലെ നമുക്ക് പറയാൻ പറ്റും മൂലധനം, മെഷീൻസ്, വാഹനങ്ങളൊക്കെ മൂവബിൾ ആണെന്ന് സിമ്പിൾ ആയിട്ടുള്ള കോൺസെപ്റ്റിലും പറയാം. അപ്പോ മൂലധനം എന്ന് പറയുന്നത് ചലനാത്മകമാണ്, ശരി തന്നെയാണ്. എല്ലാ ഉൽപാദന ഘടകങ്ങളെയും പോലെ മൂലധനത്തിൽ ലഭിക്കുന്ന പ്രതിഫലം എന്താണ്? പലിശയാണ്. ഇത് കൃത്യമായിട്ട് നോക്കി വെച്ചേക്കുക. ഇത് വെച്ച് തന്നെ PSC മിക്കവാറും ചോദിക്കാറുണ്ട്. മൂലധനത്തിന്റെ പ്രതിഫലം പലിശയാണ്. ഓക്കെ, ഇത് വെച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് എന്ന് നമുക്ക് കാണാൻ പറ്റുമോ? പിന്നെ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് എന്ന് നമുക്ക് കാണാം. മൂലധനത്തിലുള്ള പ്രതിഫലം ലാഭമല്ല, മറിച്ച് പലിശയാണ് എന്ന് കാണാം. ഇവിടെയും മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഒഴിവാക്കിയാൽ നമുക്ക് ആൻസർ കിട്ടുമായിരുന്നു. ഓപ്ഷൻ B 1 and 2 എന്നുള്ളതാണ് ശരി ഉത്തരം. ഇനി ഈ ചോദ്യ പേപ്പറിലെ അവസാന ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. ചുവടെ തന്നിട്ടുള്ളവയിൽ ഇന്ത്യയുടെ ധനകാര്യ വകുപ്പ് മന്ത്രി ആയിട്ടുള്ളവർ ആരൊക്കെയാണ് എന്നുള്ളതാണ് ചോദ്യം. നമുക്കിവിടെ കാണാം നിർമ്മല സീതാരാമൻ, മൊറാർജി ദേശായി, ചരൺ സിംഗ്. പിന്നെ തീർച്ചയായിട്ടും ഇവരെല്ലാവരും എന്താണ്, ധനകാര്യ വകുപ്പ് മന്ത്രി ആയവർ തന്നെയാണ്. അപ്പൊ അതില് ഇന്ത്യയുടെ ഏറ്റവും കൂടുതൽ കാലം അല്ലെ, ഇപ്പൊ തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം ധനകാര്യമന്ത്രി ആയ ആള് കൂടിയാണ് ആര്, നിർമ്മല സീതാരാമൻ. ശരിയാണ്, തുടർച്ചയായി ഏറ്റവും കൂടുതൽ തവണ ബഡ്ജറ്റ് അവതരിപ്പിച്ച ആള് കൂടിയാണ് നിർമ്മല സീതാരാമൻ എന്ന് നമുക്ക് കാണാം. അപ്പോ ഇവിടെ ആൻസർ വരുന്നത് നമുക്കിവിടെ ഓപ്ഷൻ B 1, 2 and 3 എന്നുള്ളതാണ്. നമുക്ക് എന്ത് ചെയ്യാം, നമുക്കിവിടെ ആൻസർ വരാം. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ അറിയേണ്ട കുറച്ച് കാര്യങ്ങൾ, നമുക്ക് വരുന്ന പരീക്ഷകളുടെ സിലബസ് അറിയുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. അപ്പൊ നമുക്ക് എക്കണോമിക്സിന്റെ ഭാഗത്ത് നിന്ന് മിക്കവാറും 5 ചോദ്യങ്ങളാണ് നമുക്ക് പരീക്ഷയ്ക്ക് ഉണ്ടാവാറുള്ളത്. ചിലപ്പോൾ അത് വളരെ ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വരാറുണ്ട്, അതുപോലെ തന്നെ നമുക്ക് SCERT ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ സിലബസ് കംപ്ലീറ്റ് ചെയ്തതിനോടൊപ്പം SCERT പഠിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് എന്നുള്ളത് നമുക്ക് ഈ ഒരൊറ്റ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പൊ പലരും ചോദിക്കാറുണ്ട് ഓൾഡ് SCERT വേണോ? പിന്നെ ഓൾഡ് SCERTയും പഠിക്കണം, പുതിയ SCERTയും പഠിക്കണം. കാര്യം ഇവിടെ ചോദിച്ച ചോദ്യങ്ങളെല്ലാം 2025 ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. പക്ഷെ ഇവിടെ ചോദിച്ച ചോദ്യങ്ങളെല്ലാം എവിടുന്നായിരുന്നു? ഓൾഡ് SCERTയിൽ നിന്നായിരുന്നു. ഓക്കെ, അപ്പോ തുടർന്നും നമുക്ക് ഇതുപോലെയുള്ള വീഡിയോകളുമായി വീണ്ടും കാണാം. അപ്പൊ ഈ വീഡിയോ പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. നമുക്ക് വീണ്ടും ഇതുപോലെയുള്ള മറ്റ് PYQമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും താങ്ക് യു.